യോ ഗായ്സ് വാട്സ്ആപ്പ് എന്തെല്ലാം വിശേഷം. ഇന്ന് പറഞ്ഞ പോലെ തന്നെ പുതിയൊരു വീഡിയോ വന്നിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഇതൊരു ഗെയിം പ്ലേ അല്ല, ഇന്ന് ഈ ഗെയിമിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഇന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ സ്പെയർ പാർട്സ് ഇടാൻ വണ്ടി എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, വണ്ടി എങ്ങനെ മോഡിഫൈ ചെയ്യാം, അത് കാണിച്ചു തരും. ലിക്വിഡേഷൻ ഡേ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. വണ്ടി ഡബിൾ ദ റേറ്റിന് സെല് ചെയ്യാൻ പറ്റും സ്റ്റേറ്റിൽ നിന്ന് ഗവൺമെൻറ്റിന്. ഇതിൻ്റെ നമ്മൾ വേറെ ആൾ വാങ്ങുന്നില്ലെങ്കിൽ ആ വണ്ടി നിങ്ങൾക്ക് പൈസ എങ്ങനെ വേണം, ആ വണ്ടി എങ്ങനെ ഒഴിവാക്കണം. എന്നാൽ ലിക്വിഡേഷൻ ഡേ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് ഇവിടെ ഈ വണ്ടി മൊത്തം സെല് ചെയ്ത് നമ്മൾ ഗവൺമെൻറ്റിന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല റേറ്റ് കിട്ടും, നല്ല പൈസ കിട്ടുന്നു. വണ്ടി ഒഴിവാക്കാം, നമുക്ക് വേണ്ടാത്ത വണ്ടി ഒഴിവാക്കാം, സെല് ചെയ്യാൻ പറ്റാത്ത വണ്ടി ഒഴിവാക്കാം. പിന്നെ ഈക്കോ കാർസ് ഉണ്ട്, കുറേ ലോ ലെവൽ കാർസ്, അതൊക്കെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇത് ലിക്വിഡേഷൻ ത്രൂ. അത് കഴിഞ്ഞിട്ട് ഈ ലിക്വിഡേഷൻ ദിവസം എപ്പോഴാണ് വരുന്നത്, എങ്ങനെ വരുന്നത്, എത്ര മണിക്കൂർ ഉണ്ടാകും, അതൊക്കെ ഞാൻ കവർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു ഏരിയയൊക്കെ പോകും. അവിടെ വണ്ടി പ്ലെയേഴ്സിന് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. അതൊരു റീസെയിൽ മാർക്കറ്റാണ്. അവിടെ പോയ കുറേ വണ്ടികൾ കാണാം, കുറേ പ്ലെയേഴ്സ് കാണാം, അവിടെ കുറേ പുതിയ പുതിയ വണ്ടികൾ കാണാം. അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ പറഞ്ഞു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വേറെ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് റിവൈവ് ചെയ്യുന്നത്, എവിടുന്ന് തിരിച്ച് വരേണ്ടത്, ആ ഏരിയ ഒന്ന് കാണിച്ചു തരും ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷൻ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ പോയി എങ്ങനെയാണ് അവിടുത്തെ ജയിലിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അവിടെ ഇങ്ങനെ ജയിലിലിടുന്നത്, അവിടെ നിന്ന് ജയിലിട്ടാൽ പുറത്തിറങ്ങുന്നത്, അത് പോലീസിനെ അവരെന്തെങ്കിലും ഇടിച്ചാൽ അവരെ പിടിച്ച് ജയിലിടും. നമ്മളെന്തെങ്കിലും റൂൾസ് വയലേഷൻ ചെയ്താൽ ആരും കൊന്നു കഴിഞ്ഞാൽ നമുക്ക് വയലേഷൻ വരും. അത് പോലീസ് കണ്ടുപിടിച്ചാൽ പോലീസ് റോഡ് ചെക്കൊക്കെ ചെയ്യും നമ്മളെ വണ്ടി നിർത്തി. അപ്പോൾ നമ്മൾ ഇതിൽ വയലേഷൻ കണ്ടാൽ പോലീസ് ജയിലിലിടും പിടിച്ചിട്ട്. അതിങ്ങനെ പുറത്തിറങ്ങാം. പിന്നെ അഡ്മിൻ ജയിൽ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഇതൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഈ വീഡിയോയിൽ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ റിവാർഡ്സ് ഇതൊക്കെ ഉണ്ട്, കളക്ട് ചെയ്യാൻ ഓപ്ഷൻ വരും. അതൊക്കെ കളക്ട് ചെയ്യുക. പിന്നെ ഈ ഏരിയ ഇതാണ് ഫ്യൂൽ പമ്പ്. ഇവിടെയാണ് വണ്ടി ഫ്യൂൽ അടിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻ കയറി ചെയ്യാൻ പറ്റും, ഫ്യൂലിൻ്റെ ക്യാൻ കിട്ടും, അത് കയറി ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടി ഇവിടെ നിന്നാണ് വണ്ടി കളക്ട് ചെയ്യാൻ നിങ്ങൾ ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന്. ഇപ്പോൾ ഞാൻ പാർട്സിനെ പറ്റി പറഞ്ഞു തന്നില്ല, എത്ര നല്ല ക്വാളിറ്റിയുള്ള പാർട്സുകളും അത്ര നല്ല ഇതായിരിക്കും. ലൈക്ക് ബ്ലൂ, പർപ്പിൾ, റെഡ് ഇല്ലെങ്കിൽ ഗോൾഡ്, ഇതിൽ ഏതൊക്കെ നല്ല നല്ല പാർട്സ് ഇടാൻ പറ്റും വണ്ടിക്ക്, അത്ര നല്ല സ്പീഡ് കൂടും, അത്ര നല്ല വാല്യൂ കൂടും വണ്ടീൻ്റെ. ഇപ്പോൾ ലിക്വിഡേഷനിലാണെങ്കിലും അത്ര നല്ല പാർട്സ് ഇടും, അത്ര വാല്യൂ കൂടും വണ്ടിക്ക് നിങ്ങൾ. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ റീസെയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു വേറെ പ്ലേയേഴ്സിന് സെല് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഷോക്ക് ഒബ്സർവർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഇടരുത്. അത് രണ്ടെണ്ണം ഇടാൻ പറ്റും, അത് ഇടാൻ പാടില്ല. അത് ഇട്ടാൽ ആൾക്കാർ വാങ്ങില്ല, കാരണം അത് വണ്ടീൻ്റെ സ്പീഡ് കുറക്കും. ഇപ്പോൾ ഈ വണ്ടി വേറെ പ്ലേയേഴ്സിന് വിൽക്കുകയാണെങ്കിൽ ഇതിൽ ഷോക്ക് ഒബ്സർവർ ഉണ്ടെങ്കിൽ അവർ വാല്യൂ കുറച്ച് പറയും വണ്ടീൻ്റെ. ഇത്രയും തരാൻ പറ്റില്ല, കാരണം നിങ്ങൾ ഇതിൽ ഷോക്ക് ഒബ്സർവർ ഉണ്ട്. നിങ്ങൾ ആ വണ്ടി കുറേ ഓടിച്ച വണ്ടിയാണെങ്കിൽ അതിന് മൈൽസ് കൂടുതലാണ്, അതിനും വേറെ ട്രിക്ക് ഉണ്ട്. മൈൽസ് ഇല്ലാതെ നമുക്ക് 0 മൈൽസ് തന്നെ വണ്ടി വെച്ചിട്ട് ഓടിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം ഇൻ ഫ്യൂച്ചർ. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യുക. ഇപ്പോൾ വേറെ പ്ലേയേഴ്സിന് സെല് ചെയ്യുകയാണെങ്കിൽ ഷോക്ക് ഒബ്സർവർ ഇടരുത്. പിന്നെ ഇത് നിങ്ങൾ ലിക്വിഡേറ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ ഷോക്ക് ഒബ്സർവർ ഇട്ട് ലിക്വിഡേറ്റ് ചെയ്യുക. എത്ര നല്ല പാർട്സ് ഇടുന്ന അത്ര നല്ല വാല്യൂ കൂടും വണ്ടിക്ക്. എല്ലാ വണ്ടിക്കും അതിൻ്റെ ബോഡി കിറ്റ്സ് ഉണ്ട്, അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് റെപ്യൂട്ടേഷൻ കൂട്ടണം. വണ്ടീൻ്റെ റെപ്യൂട്ടേഷൻ കൂടണമെങ്കിൽ നിങ്ങൾ നല്ല പാർട്സ് ഇടണം. ഫോർ എക്സാമ്പിൾ ഇതിന് ബ്ലൂ പാർട്സോ ഗ്രീനോ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഫസ്റ്റും സെക്കൻഡ് ബോഡി കിറ്റ് മാത്രമേ കിട്ടുള്ളൂ. തേർഡ് കിട്ടണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ പാർട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അത് പർപ്പിൾ ഇടണം, ഇല്ലെങ്കിൽ ഗോൾഡ് ഇടണം, ഇല്ലെങ്കിൽ റെഡ് പാർട്സ് ഇടണം. എന്നാൽ എനിക്ക് നല്ല ബോഡി കിറ്റ് കിട്ടുള്ളൂ. പിന്നെ ഇത് കുറച്ച് കോമൺ ആയ കാര്യങ്ങൾ, അതിൻ്റെ റിമ്മ് മാറ്റാം, പിന്നെ കളർ മാറ്റാം, വണ്ടീൻ്റെ റിമ്മിൻ്റെ കളർ മാറ്റാം. ഇതൊക്കെ കോമൺ ആണ്. ഇതിന് റെപ്യൂട്ടേഷൻ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെന്ന് ഉപയോഗിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഈ വണ്ടീൻ്റെ ലിക്വിഡേഷൻ പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എക്സിറ്റ് അടിച്ച് ലിക്വിഡേഷൻ പ്രൈസ് ചെക്ക് ചെയ്തിട്ട് അതിന് എത്രയാണെന്ന് നോക്കിയിട്ട് ബാക്കി പറഞ്ഞുതരാം. ഇവിടെയാണ് ലിക്വിഡേഷൻ നോക്കുന്നത് ഏരിയ. ഓക്കെ, ഇന്ന് ലിക്വിഡേഷൻ ഡേ ആയതുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്ക് 430,000 കിട്ടും, 4,30,000. ഇല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ ഡേയ്സ് ആണെങ്കിൽ ഈ വണ്ടിക്ക് ആകെ 2 ലക്ഷം കിട്ടുള്ളൂ. ഇന്ന് ലിക്വിഡേഷൻ ആയതുകൊണ്ട് 4.5 ലക്ഷമാണ് അവർ ഗവൺമെൻറ് പറയുന്നത്. ഒരു ലിക്വിഡേഷൻ ഡേ തുടങ്ങിയാൽ, ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഇല്ലെങ്കിൽ ഇന്ന് ചൊവ്വാഴ്ച, ഇന്ന് ലിക്വിഡേഷൻ 9 മണിക്ക് തുടങ്ങിയാൽ പിന്നെ നെക്സ്റ്റ് ഡേ 9 മണി വരെ ലിക്വിഡേഷൻ അവിടെ ഉണ്ടാവും. അതുവരെ ആ സമയത്തിനുള്ളിൽ എത്ര വേണമെങ്കിൽ നിങ്ങൾ പാർട്സ് ഇട്ട് എങ്ങനെ വേണമെങ്കിൽ. ഇപ്പോൾ നിങ്ങളുടെ പാർട്സ് കുറേ ഉണ്ട്, വണ്ടിയില്ല, അപ്പോൾ വണ്ടി ഒന്ന് നോർമൽ ചെറിയ പൈസയ്ക്ക് അവിടെ നിന്ന് വാങ്ങിക്കുക. ആൾക്കാർ ഇങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യുന്നുണ്ടാവും, അവിടെ പോയി ചോദിക്കുക എനിക്ക് ചെറിയ പൈസ വണ്ടി തരും. മേ ബി മോസ്റ്റ്ലി അവർ തരും. നല്ല ഹൈ റാങ്കുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തരും, കാരണം അവർക്ക് ഈ 200, 300, 300, 400K കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അവരെന്തായാലും ഒഴിവാക്കി തരും. അപ്പോൾ അങ്ങനത്തെ വണ്ടി വാങ്ങുക, അതിൽ പാർട്സ് ഇടുക, അത് വിൽക്കുക, എന്നിട്ട് പൈസ ഉണ്ടാക്കുക. Wow, you probably have. Look at my space. ഇതാണ് ഞാൻ പറഞ്ഞ വെഹിക്കിൾ മാർക്കറ്റ്. ഇവിടെയാണ് നിങ്ങൾക്ക് മൊത്തം വെഹിക്കിൾസ് റീസെല് ചെയ്യാൻ പറ്റുന്നത്. വേറെ ആൾക്കാരുണ്ടാവും ഇവിടുന്ന് സെല് ചെയ്യാം, ഇവിടുന്ന് വണ്ടി വാങ്ങിക്കാം. പിന്നെ വേറെ ഓപ്ഷൻ ഉള്ളത് ട്രേഡ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അവിടെ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾ വണ്ടി, എന്നിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ആരെങ്കിലും പർച്ചേസ് ചെയ്യും ഡയറക്റ്റ് വന്നിട്ട് ഓൺലൈൻ തന്നെ. പക്ഷേ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വണ്ടി ഉണ്ടാവില്ല. അത് ഓൾറെഡി ട്രേഡിൽ നിന്ന് നിങ്ങൾ അവിടെ ഇട്ടാൽ അത് ഓൺലൈൻ വണ്ടി അവരെടുത്തുകൊണ്ട് പോകും, നിങ്ങളുടെ വണ്ടി ഉണ്ടാവില്ല ഓടിക്കാൻ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വണ്ടി റീസെല് ചെയ്യാം. ആ സെൽ ചെയ്യുന്നവരെ നിങ്ങളുടെ വണ്ടി ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ പോകാനുണ്ടെങ്കിലോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ വണ്ടി നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓൺലൈൻ ആണെങ്കിൽ ആ വണ്ടി അവരെടുത്തുകൊണ്ട് പോകും, എന്നിട്ട് സെല് ചെയ്തിട്ട് അതിൻ്റെ പൈസ തരുള്ളൂ. സെല്ലായാൽ അതിൻ്റെ പൈസ കിട്ടും, ഇല്ലെങ്കിൽ വണ്ടി അവിടെ തന്നെ ഉണ്ടാവും അവരുടെ അടുത്ത്, നിങ്ങൾ പോയി തിരിച്ചെടുക്കേണ്ടി വരും നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും. ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ വണ്ടി വെച്ചിട്ട് അതിന് മുകളിൽ നിന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അതിൻ്റെ സൈഡ് നിന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ കുറേ നടക്കുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ അടുത്തൊക്കെ വണ്ടി സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്.
ഇവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവിടുന്ന് പ്രൈസ് കുറച്ച് സംസാരിച്ച് സെറ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടാണെങ്കിൽ ചിലപ്പോൾ നല്ല റേറ്റിന് തരാം. പരിചയമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കും. നോർമൽ നമ്മൾ റിയൽ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നത് അതുമാതിരി തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നോക്കിയെടുക്കാം. ഇഷ്ടപ്പെട്ട വണ്ടി അതിൻ്റെ സ്പെക്സ് ചെക്ക് ചെയ്യാം, എന്തൊക്കെയുണ്ട്, എത്ര പാർട്സ് ഉണ്ട്, ഇതിന് എത്ര മൈൽസ് ഓടി, ഇതൊക്കെ ചെക്ക് ചെയ്യാം വണ്ടി വാങ്ങുന്നതിന് മുമ്പ്. ഞാൻ എങ്ങനെ വണ്ടി വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി എൻ്റെ ഒരു വേറെ അക്കൗണ്ട് ഉണ്ട്, അതിൽ നിന്ന് ഞാനൊരു വണ്ടി വാങ്ങിച്ചിരുന്നു 30 മില്യൻ്റെ. ആ വണ്ടി എങ്ങനെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ വണ്ടി വാങ്ങിക്കേണ്ടതെന്ന്. ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളും കയറിയിരിക്കുക, ആര് സെല്ല് ചെയ്യുന്ന അവരുടെ നെക്സ്റ്റ് പോയിട്ടിരിക്കുക. എന്നിട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഒരു ബ്ലൂ സോൺ ഉണ്ട്, അവിടെ വണ്ടി കയറ്റി വെക്കും. അപ്പോൾ അവർക്ക് ഓപ്ഷൻ വരും പ്രൈസ് ഇടേണ്ട, എത്ര പൈസക്കാണ് വെക്കുന്നതെന്ന്. അപ്പോൾ ആ പ്രൈസ് ഇട്ടാൽ നിങ്ങൾക്ക് ഓപ്ഷൻ വരും, ആ പ്രൈസ് നിങ്ങൾ വാങ്ങണമെന്ന്. ഈ സോണിൽ ഞാൻ പോയി കാണിച്ചു തരാം. ഇവിടെ ഇട്ടാൽ ഇവിടുന്ന് കാണിച്ചു തരും നിങ്ങൾക്ക് എത്രയൊക്കെ വണ്ടി വിൽക്കേണ്ടതെന്ന്. അതിൽ ഒരു വണ്ടി ഇത്ര മിനിമം ഇത്രയൊക്കെ വിൽക്കാൻ പറ്റുമോ, മാക്സിമം ഇത്രയൊക്കെ വിൽക്കാൻ പറ്റുമെന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അതിന് കൂടുതലും വിൽക്കാൻ പറ്റില്ല, അതിന് താഴെ വിൽക്കാൻ പറ്റില്ല. ഒരു വണ്ടിക്ക് അതിന് തന്നെ വിലയുണ്ട്. അപ്പോൾ ഇതിനുള്ള വില ഇവിടെ കാണിച്ചിട്ടുണ്ടാവും, സെല്ലിംഗ് ഫ്രം എന്ന് പറഞ്ഞിട്ട് സെല്ലിംഗ് പ്രൈസ്, പിന്നെ 2 അതിൻ്റെ നടുക്ക് എത്രയൊക്കെയാണ് നമുക്ക് വിൽക്കാൻ വണ്ടി. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന വണ്ടി 30 മില്യൻസിനെ ഞാൻ വാങ്ങിക്കുന്നത്. അപ്പോൾ ആൾ 30 മില്യൺ എനിക്ക് സെല്ല് ചെയ്ത് ഞാൻ വാങ്ങിച്ച് അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ കയ്യിൽ രജിസ്റ്റർ ചെയ്ത് ആ പൈസ അവർക്ക് പോയി. ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് വീഡിയോ. ഇപ്പോൾ ഇവനെ ഇതിനെ ബ്ലൂ സോണിൽ കയറ്റി വണ്ടി, ഞാൻ അതിൻ്റെ സൈഡ് ഇരുന്നിട്ടുണ്ട്. ആളിതിന് പ്രൈസ് ഇട്ട് 30 മില്യൺ. പിന്നെ ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും വാങ്ങുന്നതിന് മുന്നേ, ബൈ ചെയ്യുന്നതിന് മുമ്പ്. ഇതിൻ്റെ എത്ര പാർട്സ് ഉണ്ട്, എത്ര സ്പെക്ക് ഉണ്ട്, ബ്ലൂ പാർട്സ് എത്ര ഇതുണ്ട്, ഷോക്ക് ഒബ്സർവർ ഉണ്ടോ, എത്ര മൈൽസ് ഓടി, എല്ലാം അതിൽ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ബൈ അടിക്കുക. അപ്പോൾ എനിക്ക് വണ്ടി ഇപ്പോൾ ഓൾറെഡി കിട്ടി. അവൻ്റെ കയ്യിൽ നിന്ന് രജിസ്ട്രേഷൻ എനിക്ക് മാറി, എൻ്റെ പൈസ പോയി അവന്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ വണ്ടി ആരും കടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ വിറ്റാലോ ഇല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്താലോ, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ വണ്ടി നിങ്ങൾക്കല്ലാതെ വേറെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വേറെ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, ഒരാൾക്ക് നിങ്ങളെ വണ്ടി ഓടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുമാതിരി തന്നെ വണ്ടി കയറിയിരിക്കുക. അവർ നെക്സ്റ്റ് വന്നിരിക്കണം. എന്നിട്ട് ആ കീ ഹാൻഡ് ഓവർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കീ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക. എന്നാലേ അവർക്ക് നിങ്ങളെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ പറഞ്ഞാൽ ആ വണ്ടി നിങ്ങൾക്കല്ല, അവർക്ക് വേറെ ആൾക്ക് കീ കൊടുക്കാൻ പറ്റില്ല, അവർക്ക് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ലോഗ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഗെയിമിൽ നിന്ന് ആ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ലോഗ് ഓഫ് ആവും, ആ വണ്ടി പോകും അവരുടെ കയ്യിൽ നിന്ന്. അടുത്തത് ഹോസ്പിറ്റലിൽ പോകാം. ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അവിടെ റിവൈവ് ചെയ്താൽ അവിടെ റോൾ പ്ലേ നല്ലോണം ഉണ്ട് ഹോസ്പിറ്റലും. ഇപ്പോൾ നിങ്ങൾ മേടിച്ചിട്ട് ഹോസ്പിറ്റലിൽ അവിടെയാണ് ഉള്ളത്. അവിടെ ഹോസ്പിറ്റലിൽ പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ റോൾ പ്ലേ എങ്ങനെ കളിക്കുന്നതെന്ന്. ഇപ്പോൾ എൻ്റെ കൈവേദന, എനിക്ക് വയറുവേദന എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് അവർ ഓപ്പറേഷനും മറ്റതും എല്ലാം അതിനുള്ള റോൾ പ്ലേ അവർ ചെയ്യും ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ. അത് എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം എൻജോയ് ചെയ്യാൻ ഗെയിം. അവർ അങ്ങനെ അതുപോലെ തന്നെ സഹകരിക്കും നിങ്ങളോട്. നിങ്ങൾക്ക് മരുന്നോ മറ്റതോ എല്ലാം കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ കിടക്കാനും അഡ്മിറ്റ് ആവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് റോൾ പ്ലേ കളിക്കുന്നത് പറയുന്നത്. ഇവിടെയാണ് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ റിവൈവ് വരുന്നത്. ഇതാണ് ഹോസ്പിറ്റൽ. ഇവിടെയാണ് കുറേ നഴ്സുമാരും കുറേ ഡോക്ടേഴ്സ് ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മെഡിസിൻസ് ക്യാരി ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് ഡോക്ടറും തരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബൾക്കായിട്ട് വാങ്ങുകയാണെങ്കിൽ പുറമെ ഫാർമസീസ് ഉണ്ട്, പിന്നെ ഗ്രോസറി ഉണ്ട്, അവിടെ നിന്ന് ഫുഡ് വാങ്ങാം, ഇല്ലെങ്കിൽ മെഡിസിൻസ് വാങ്ങാം. അത് കൂടെ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാം. നിങ്ങൾക്ക് ഫൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് എടുക്കണമെങ്കിൽ ഹെൽത്ത് റീഫിൽ ചെയ്യാനാണെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഇവിടെ കടന്ന് നിങ്ങൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ റോൾ പ്ലേ ചെയ്യാനുള്ള ഡോക്ടർമാർ വരും. പിന്നെ അവർ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യും, നിങ്ങളെ ഇത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട മരുന്ന് ഇതൊക്കെ ചെയ്ത് അതിനുള്ള റോൾ പ്ലേ അവർ ചെയ്യും. നെക്സ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാം. ജോലി ചെയ്താൽ ശമ്പളം കിട്ടും. എവറി 30 മിനിറ്റ്സിലാണ് നിങ്ങൾക്ക് ശമ്പളം വരുന്നത്. നിങ്ങൾ എത്ര റാങ്ക് ഉണ്ട് അത്രത്തോളം ശമ്പളം വരും. ഇപ്പോൾ ലോ റാങ്ക് ആണെങ്കിൽ അറൗണ്ട് $2,000-3,000 കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ 5,000 10,000 അങ്ങനെ നിങ്ങൾ റാങ്ക് കൂടുമ്പോൾ വരെ കിട്ടും. നിങ്ങൾക്ക് പ്രൊമോഷന് വേണ്ടി അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം പ്രൊമോഷന് വേണ്ടി. നെക്സ്റ്റ് ജോബ് ഫസ്റ്റ് നിങ്ങൾ നഴ്സായിട്ട് എടുക്കും, പിന്നെ അത് ഡോക്ടറാവും, സർജനാവും, പിന്നെ അതിൻ്റെ മുകളിൽ എത്രയൊക്കെ ഉണ്ട് അത്ര സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് കയറാം. പിന്നെ ഡോക്ടർ ആയാലും നിങ്ങൾക്ക് ഇതിൻ്റെ ജോലിൻ്റെ ഇതുണ്ട്, ആംബുലൻസ് ഓടിക്കാം, പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്ലെയേഴ്സൊക്കെ എവിടെ മരിച്ചു കിടക്കുന്നുണ്ടാകും, ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് പോയി അവർ റിവൈവ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡ് ടോപ്പ് കോർണർ നോക്കിയാൽ ഒരു മാപ്പ് കാണാം, മിനി മാപ്പ്. അതിൽ ക്ലിക്ക് ചെയ്താൽ മാപ്പ് ഓണാവും. അതിൽ മാപ്പിൽ നിങ്ങൾക്ക് മൊത്തം ഈ സിറ്റിയിൽ എന്തൊക്കെയുണ്ട് മൊത്തം അതിൽ കാണിക്കും. ഹോസ്പിറ്റൽ എവിടെ, പോലീസ് സ്റ്റേഷൻ എവിടെ, മിലിറ്ററി ക്യാമ്പ് എവിടെ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീലർഷിപ്പ്, അല്ലെങ്കിൽ പ്രീമിയം ഡീലർഷിപ്പ്, ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ മാർക്കറ്റ്, അങ്ങനെ എന്തൊക്കെ ഈ ഗെയിമിൽ ഇതിലുണ്ട് സിറ്റിയിലുണ്ട് അത് മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരും. ഇനി അടുത്തത് പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് അവിടുത്തെ ജസ്റ്റ് ഒന്ന് കാണാൻ അകത്ത്, എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞുതരാം, പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വയലേഷൻ കിട്ടിയാൽ പോലീസ് എന്ത് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ജയിലിടും, എങ്ങനെ പുറത്തിറങ്ങണം, അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് പോലീസ് സ്റ്റേഷൻ്റെ റിസപ്ഷൻ. ഇതിൽ മുമ്പിൽ കാണാം പോലീസ് റിക്രൂട്ട്മെൻറ്റ്. അവിടെ ചെന്നാൽ എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചു തരും, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് എന്ന്. പിന്നെ ഇപ്പോഴത്തെയാണ് ബിക്കം എ പോലീസ് ട്രെയിനി. പോലീസിൻ്റെ ട്രെയിനിയാണ് ഫസ്റ്റ്, അതിൽ ജോയിൻ ചെയ്യുക. അതിൽ കുറച്ച് ടാസ്കുകളുണ്ട്, അത് കഴിഞ്ഞ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകാം. ഇനി അടുത്ത ജയിൽ കാണാം. ഇതിനകത്ത് കയറാൻ പറ്റില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കയറിയാണ്. വയലേഷൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്താണ് പിടിച്ചിടുന്നത്. ഞാൻ വരുമ്പോൾ ഓൾറെഡി അവിടെ നിന്ന് ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് പോകണം ഇന്ന്. എന്നിട്ട് എങ്ങനെയാണ് ജയിലിനകത്ത് എങ്ങനെ കൊണ്ടുവിടുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എനിക്കിപ്പോൾ വയലേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പോലീസ് ഓഫീസറിനെ അടിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അടിക്കുന്നത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല.
ഇത് വയലേഷനാണ്. പിന്നെ വെടിവെച്ച് ആരും കൊല്ലാൻ പാടില്ല വിതൗട്ട് റീസൺ. അങ്ങനെ കൊന്നാൽ പോലീസ് ഉണ്ടാകും, നിങ്ങൾ എന്തായാലും അറസ്റ്റ് ചെയ്യും. വയലേഷൻ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1 hour ടൈം ഉണ്ടാകും. അതിനകത്ത് പോലീസ് നിങ്ങളെ പിടിച്ചില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോകും. Bro, how do you forget you lieutenant too? How do you forget to turn it on? Just out of Oh curiosity. no, it's because I hit it and I didn't hit the right button. To be completely fair, but yeah, go ahead and get across the metal detector. I can't believe I did that. That's actually crazy. I can't believe I just forgot that. You're a That is shitty ass actually wild. lieutenant. Cadet, ass go back up lieutenant. there. Shitty ass lieutenant. Hey, get out of there. Is it on now? Sir, X. As Ralph said, in this city, connections are everything. As for now, please sign these documents. One state is not just a sandbox game. It has its own rules, and your actions have consequences. If a player commits a violation, they get added to the wanted list. The police can then arrest the player and send them to jail, or the player can voluntarily surrender to reduce their sentence. However, ensuring safety throughout the entire city is impossible. Certain areas are plagued by crime, and some players even join gangs. You are under arrest for running over another player. You have the right to remain silent. Anything you say can be used against you in a court of law. It's easiest to make a deal the first time, but be cautious in the long run. Either don't break the rules or don't get caught. ഇപ്പോൾ ഒരു കട്ട്സീൻ കണ്ടിരുന്നില്ലേ, അതാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ജയിൽ പോകുമ്പോൾ കാണുന്നത്. അതിൽ പറഞ്ഞിരുന്നത് നിങ്ങൾ ലൈക്ക് നിങ്ങൾ വയലൻസ് ചെയ്താൽ അതല്ലെങ്കിൽ വയലേഷൻ കിട്ടിയാൽ നിങ്ങൾ ജയിൽ പോകേണ്ടി വരും പോലീസ് പിടിച്ചാൽ. ഇല്ല നിങ്ങൾക്ക് തനിയെ വന്നിട്ട് ഇവിടെ സറണ്ടർ ചെയ്ത് അറസ്റ്റ് ചെയ്യപ്പെടാം, വന്നിട്ട് നിങ്ങളെ ജയിൽ ഇത് കഴിയാം. ഇല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കാതിരിക്കുക. 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ വയലേഷനും ക്ലിയർ ആവും നിങ്ങളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോലീസ് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇത് റാങ്കിങ് ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ലോ റാങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ജോലിയാണ്. സിറ്റി പാട്രോൾ ചെയ്യണം, സിറ്റി കറങ്ങിക്കൊണ്ടിരിക്കണം, എന്തെങ്കിലും ഇഷ്യൂ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യണം സീനിയേഴ്സിന്, അവരൊന്ന് വർക്ക് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. പിന്നെ ഇൻ്റർവ്യൂ ചെയ്യാം, റാങ്കിങ് അപ്ഗ്രേഡ് കിട്ടും നിങ്ങൾക്ക്, ലൈക്ക് പ്രൊമോഷൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാലറി കൂടിക്കൊണ്ടിരിക്കും. ഡിപ്പെൻഡ്സ് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ. ഇതിൽ ലൈക്ക് പോലീസ് ആവണോ അതോ മിലിറ്ററി ആവണോ അതോ ഡോക്ടറാണോ, ഓർ ജസ്റ്റ് സിവിലിയനായിട്ട് ഇറങ്ങണോ, വണ്ടി റീസെൽ ചെയ്ത് ബിസിനസ് ചെയ്ത് നടക്കണോ, ഇല്ലെങ്കിൽ ഗ്യാങ്ങിൽ പോയി ഗ്യാങ് വാർ ചെയ്ത് അങ്ങനെ നടക്കണമെങ്കിൽ അതുപോലെ ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് നിങ്ങൾ എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഒരു ഗ്യാങ് ജോയിൻ ചെയ്ത് അതിലെ ഇവൻറ്റ്സ് എങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കാര്യങ്ങൾ എങ്ങനെയാണ്, ഗ്യാങ് ലീഡർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്, വാർ എങ്ങനെയാണ് നടക്കുന്നത്, ടർഫ് എങ്ങനെ ചെയ്യുന്നതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു വാച്ചിങ്, ബൈ ബൈ.